ഇറാന്റെ ആയുധ ശേഖരവും ദൃഢനിശ്ചയവും നിർഭയവും അമേരിക്കയെ പലപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അമേരിക്ക ഇറാനുമായി യുദ്ധം ചെയ്താൽ സാഹചര്യം വളരെ മോശമാകുമെന്ന കാര്യങ്ങൾ ട്രംപിന് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായി എത്രയും വേഗം ഒരു കരാർ ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുകയാണ് ട്രംപ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് തയ്യാറാണെന്ന സൂചനയും US സ്റ്റേറ്റ് സെക്രട്ടറി നൽകി. ആരെയും കാണാൻ തയ്യാറാണെന്ന് മാർക്കോ റൂബിയോ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രാഷ്ട്രങ്ങൾ പരസ്പരം ഇടപഴകേണ്ടതുണ്ട്. ആരെയും കാണാൻ തയ്യാറുള്ള ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നാളെ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേസമയം അമേരിക്കയുടെ രണ്ടാമത്തെ വലിയ വിമാനവാഹിനി കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ റൂബിയോ തയ്യാറായില്ല. ഇറാനെതിരായ സൈനിക ഭീഷണി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഇക്കാര്യം ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. നമ്മൾ ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അത് ആവശ്യമായി വരുമെന്നാണ് ഈ സൈനിക നീക്കത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. അതേസമയം ഈ മാസം ആദ്യവാരം ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ US ഇറാൻ ആണവ ചർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു. തുടർ ചർച്ചകൾ തുടരുമെന്നാണ് അന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല ഇറാന്റെ ആണവ പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ഇടുങ്ങിയ ചട്ടക്കൂടിനുള്ളിൽ മാത്രമേ ടെഹ്റാൻ ചർച്ചകൾക്ക് പൂർണ്ണമായും തയ്യാറാണെന്ന് റൂബിയോയുടെ ഇറാനിയൻ പ്രതിനിധി അബ്ബാസ് അരാക്ചി പറഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥർ പരസ്യമായി തർക്കിച്ചതോടെ വേദിയെയും ഫോർമാറ്റിനെയും ചൊല്ലി തിരശ്ശീലയ്ക്ക് പിന്നിൽ തീവ്രമായ വിലപേശലുകൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആദ്യം തുർക്കിയെ സാധ്യതയുള്ള സ്ഥലമായി പരാമർശിച്ചു. പിന്നീട് ഒമാൻ വീണ്ടും ഉയർന്നു വരുന്നതിന് മുൻപ് ഒഴിവാക്കി. വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 10 മണിക്ക് മസ്കറ്റിൽ ചർച്ചകൾ നടക്കുമെന്ന് അരാക്ചി എക്സ് പോസ്റ്റ് ചെയ്തിരുന്നു. നയതന്ത്രപരമായ ഈ ചർച്ചകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. NBC ന്യൂസിനുള്ള പ്രസ്താവനകളിൽ അദ്ദേഹം കൂടുതൽ വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകി. അദ്ദേഹം വളരെയധികം ആശങ്കപ്പെടണം. അതെ, അദ്ദേഹം ആശങ്കപ്പെടണം. ഇറാന്റെ പുതിയ ആണവ കേന്ദ്രത്തിനുള്ള പദ്ധതികൾ അമേരിക്ക വെളിപ്പെടുത്തിയെന്നും മറുപടിയായി നേരിട്ട് ഭീഷണി മുഴക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു പുതിയ സൈറ്റ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അതിനെക്കുറിച്ച് കണ്ടെത്തി. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നിങ്ങളോട് വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്നുമാണ് ഒരാഴ്ച മുൻപ് അറിയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.